السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ചെറു കൃതിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ, ഷർത്തുകൾ, അതുപോലെ റുക്നുകൾ, അതോടൊപ്പം നിർബന്ധ കാര്യങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ദിനേന എന്നോണം നമുക്കാവശ്യമുള്ള അതിമഹത്തായ വിജ്ഞാനമാണ് ഈ കൊച്ചു കൃതിയിൽ ഷെയ്ഖ് റഹിമഹുല്ല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിസ്കാരത്തിൻ്റെ റുക്നുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. 14 റുക്നുകളാണുള്ളത്. ഒന്നാമത്തെ റുക്ൻ അൽ ഖിയാമു മഅൽ ഖുദ്റതി, കഴിവുള്ളവർ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ തക്ബീർ. മൂന്നാമത്തേത് ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ. ഈ 3 കാര്യങ്ങളും അൽഹംദുലില്ലാ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതിൽ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തഫ്സീറായിരുന്നു കഴിഞ്ഞ ഏതാനും ചില ദർസുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. സൂറത്തുൽ ഫാത്തിഹ എന്നത് ദിനേന 17 തവണ പാരായണം ചെയ്യൽ നിർബന്ധമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ. അഥവാ 5 നേരത്തെ നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനാകുന്നു സർവ സ്തുതിയും. അർ-റഹ്മാനിർ റഹീം, ആ റബ്ബ് റഹ്മാനും റഹീമുമാകുന്നു. മാലികി യൗമിദ്ദീൻ, അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാകുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ പാതയിൽ നീ ഞങ്ങളെ വഴിചേർക്കണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗമാകുന്നു അത്. നിന്റെ കോപത്തിന് ഇരയായ ആളുകളുടെയോ വഴികേടിലായ ആളുകളുടെയോ മാർഗമല്ല. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ ആമീൻ എന്ന് പറയും. കാരണം അവസാന ഭാഗത്ത് പ്രാർത്ഥനയാണ് ഉള്ളത്. ആമീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മസ്തജിബ്, അല്ലാഹുവേ നീ ഉത്തരം നൽകണേ എന്നാണ്. സൂറത്തുൽ ഫാത്തിഹ ഒരിക്കൽ കൂടി അർത്ഥം പറഞ്ഞത് നമ്മുടെ മനസ്സിൽ അത് ഉറക്കാൻ വേണ്ടിയാണ്. ഷെയ്ഖ് പറഞ്ഞ വിശദീകരണം അത് വേറെയുണ്ട്. നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം, ഒരിക്കലും മറന്നു പോകരുത്. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൽപ്പം പാരായണം ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. എന്താണോ അറിയുന്നത്, എന്താണോ മനഃപ്പാടമുള്ളത്, എന്താണോ ഓതാൻ താല്പര്യമുള്ളത്, ആഗ്രഹമുള്ളത്, അത് ഓതാവുന്നതാണ്, ഓതേണ്ടതാണ്. അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് പോകും. അതാണ് നമ്മുടെ അടുത്ത റുക്നായി നമ്മൾ പഠിക്കുന്നത്. അതിനിടയിൽ പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തതിന് ശേഷം, പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം, ഖുർആൻ ഓതിക്കഴിഞ്ഞ ഉടനെ തന്നെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ സൂറത്തുൻ നാസ് പാരായണം ചെയ്തു എന്ന് വിചാരിക്കുക. അവസാനത്തെ ആയത്തിലെത്തി അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്, അല്ലാഹു അക്ബർ. അങ്ങനെ പറയരുത്. മറിച്ച് മിനൽ ജിന്നതി വന്നാസ് അല്ലാഹു അക്ബർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതി. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു, ആമീൻ പറഞ്ഞു, ശേഷം ഖുർആനിൽ നിന്ന് സൂറത്ത് ഓതുകയാണ്. ആ സൂറത്ത് ഓതി പൂർത്തീകരിച്ച് അവസാനിക്കലോടുകൂടി റുക്കൂയിലേക്ക് പോകുന്ന തക്ബീർ പറയരുത്. മറിച്ചൊരു
വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതിനാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. അതിന് ഒരു ഉദാഹരണമാണ് സൂറത്തുൻ നാസ് ഇവിടെ പറഞ്ഞത്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുക. അതല്ലാതെ ചേർത്ത് പറയരുത് എന്ന് ചുരുക്കം. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം അടുത്ത റുക്ൻ, നാലാമത്തെ റുക്ൻ, അതുപോലെ 5ഉം 6ഉം 7ഉം 8ഉം ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. കിതാബിൽ നമുക്ക് വായിക്കാം. വറുകൂഉ വറഫഉ മിൻഹു വസ്സുജൂദു അലൽ അഅ്ളാഇ സബ്അതി വൽഇഅ്തിദാലു മിൻഹു വൽജൽസതു ബൈന സജ്ദതൈൻ. വറുകൂഉ നാലാമത്തെ റുക്ൻ റുകൂആകുന്നു. വറഫഉ മിൻഹു അഞ്ചാമത്തേത് റുകൂഇൽ നിന്നും ഉയരൽ അഥവാ ഇഅ്തിദാൽ. ആറാമത്തേത് വസ്സുജൂദു അലൽ അഅ്ളാഇ സബ്അ 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യൽ. ഏഴാമത്തേത് വൽഇഅ്തിദാലു മിൻഹു സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നേരെ നിവർന്ന് ഇരിക്കണം. 8 വൽ ജൽസതു ബൈന സജ്ദതൈൻ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. നാലാമത്തേത് റുകൂഅ. അഞ്ചാമത്തേത് റുകൂഇൽ നിന്നും ഉയരൽ അഥവാ ഇഅ്തിദാൽ. ആറാമത്തേത് 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യൽ. ഏഴാമത്തേത് സുജൂദിൽ നിന്നും എഴുന്നേറ്റ് നേരെ നിവർന്ന് ഇരിക്കൽ. എട്ടാമത്തേത് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അല്ലാഹുവിന്റെ കിതാബിലെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു, അല്ലാഹു പറഞ്ഞു, അല്ലയോ ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വസിച്ചവരെ, ഇർകഉ നിങ്ങൾ റുകൂഅ ചെയ്യുക, വസ്ജുദു നിങ്ങൾ സുജൂദും ചെയ്യുക. ഈ പറഞ്ഞ 5ഓളം വരുന്ന റുക്നുകൾ സുജൂദും റുകൂഉം ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ്. റുകൂഅ, ഇഅ്തിദാൽ, സുജൂദ്, സുജൂദിൽ നിന്ന് നേരെയിരിക്കൽ, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. അതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ എല്ലാ റുക്നുകൾക്കും കൂടി ഒരൊറ്റ ആയത്ത് തെളിവായി കൊടുത്തത്. നിങ്ങൾ റുകൂഅ ചെയ്യുക, സുജൂദും ചെയ്യുക. മേൽപ്പറഞ്ഞ 5 കാര്യങ്ങൾക്കും അത് മതി, ആ ഒരു തെളിവ് മതി എന്ന് ചുരുക്കം. അഥവാ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അത് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. വൽ ഹദീസു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ദുമിൻ, സുജൂദിന്റെ വിഷയത്തിൽ വന്ന ഹദീസാണിത്. ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അസ്ജുദ ഞാൻ സുജൂദ് ചെയ്യാൻ, അലാ സബ്അതി അഅ്ദുമിൻ 7 അവയവങ്ങളിലായിക്കൊണ്ട്. അഥവാ സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യണം. അതാണ് ഷെയ്ഖ് റുക്ൻ പറഞ്ഞപ്പോഴും അത് വിശദീകരിച്ച് തന്നെ പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, നാലാമത്തെ റുക്നായ റുകൂഇലേക്ക് മടങ്ങി വരാം. അഥവാ റുകൂഉമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. റുകൂഅ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇൻഹിന അഥവാ തല കുനിക്കുക എന്നതാണ് അതിന്റെ ഭാഷാർത്ഥം. നിസ്കാരത്തിലെ റുക്നാണ് റുകൂഅ ചെയ്യൽ. റുകൂഅ ഉപേക്ഷിച്ചാൽ ഒരാളുടെ നിസ്കാരം ശരിയാവുകയില്ല എന്ന് ചുരുക്കം. റുകൂഅ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ തെളിവായി ഉദ്ധരിച്ച ആയത്തിൽ വന്നത്. യാ അയ്യുഹല്ലദീന ആമനു ർകഉ നിങ്ങൾ റുകൂഅ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരാളെ കാണുകയുണ്ടായി. ഒരു സഹാബി, അദ്ദേഹം മസ്ജിദിൽ വന്ന് നിസ്കരിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം നല്ല രൂപത്തിൽ നിസ്കരിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്ത ഹദീസ് ഷെയ്ഖ് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം, റുകൂഉമായി ബന്ധപ്പെട്ട ഭാഗം നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, സുമ്മർക നീ റുകൂഅ ചെയ്യുക, ഹത്താ തത്മഇന്ന റാകിഅൻ റുകൂഇലായിരിക്കുമ്പോൾ അടക്കത്തോടെ തുമഅനീനത്തോടുകൂടി നീ റുകൂഅ ചെയ്യുക. അഥവാ സഹോദരങ്ങളെ, റുകൂഅ എന്ന റുക്ൻ നമ്മൾ പഠിക്കുമ്പോൾ ആ റുകൂഇന്റെ ശരിയായ രൂപം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് റുകൂഅ ചെയ്തത് എന്ന് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. റുകൂഇലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുകൂഇലേക്ക് പോവേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരത്തിൽ
തക്ബീറിന്റെ കൂടെ 4 സന്ദർഭങ്ങളിലാണ് കൈകൾ ഉയർത്തൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. 4 സന്ദർഭങ്ങളിൽ. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സന്ദർഭത്തിലാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈകൾ ഉയർത്തണം. രണ്ടാമത്തേത് വന്നിട്ടുള്ളത് റുകൂഇലേക്ക് പോകുമ്പോഴാണ്. പല ആളുകളും കൈകെട്ടി ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് കൈ ഇളക്കി നേരെ റുകൂഇലേക്ക് പോകുന്നതായി കാണാം. എന്നാൽ ശരിയായ പരിപൂർണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നത് കൈകെട്ടിയ അവസ്ഥയിൽ നിന്നും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുകൂഅ് ചെയ്യാറുണ്ടായിരുന്നത്. അതാണ് രണ്ടാമത് കൈ ഉയർത്തേണ്ട സന്ദർഭം. മൂന്നാമത്തെ സന്ദർഭം റുകൂഇൽ നിന്നും ഉയരുമ്പോഴാണ്. റുകൂഇലായിരിക്കെ റുകൂഇൽ നിന്നും ഉയരുമ്പോൾ കൈകൾ ഉയർത്തണം. നാലാമതൊരു സന്ദർഭം ആദ്യത്തെ തശഹൂദ് കഴിഞ്ഞ് പിന്നെ ഉള്ള റക്അത്തിലേക്ക് വരുമ്പോൾ. അത് സുബ്ഹി ഒഴികെയുള്ള എല്ലാ നിസ്കാരത്തിലും ഉണ്ടാകും. 3 or 4 റക്അത്തുകൾ ഉള്ള നിസ്കാരത്തിൽ ഈ പറഞ്ഞ സന്ദർഭം വരും. ആദ്യത്തെ തശഹൂദ്, ഒന്നാമത്തെ തശഹൂദ് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടാവുന്നതാണ്. ഇങ്ങനെ 4 സന്ദർഭങ്ങളിലാണ് കൈകൾ ഉയർത്തേണ്ടത്. അതൊരു ഫായിദ എന്ന നിലക്ക് സൂചിപ്പിച്ചതാണ്. ബാക്കിയുള്ള തക്ബീറുകളിൽ കൈകൾ ഉയർത്തേണ്ടതില്ല. കൈകൾ ഉയർത്തുക എന്നത് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒന്നല്ലെങ്കിൽ ചുമല് വരെ, അതല്ലെങ്കിൽ ചെവി വരെ. അങ്ങനെയാണ് കൈകൾ ഉയർത്തേണ്ടത്. ഇനി സഹോദരങ്ങളെ, റുകൂഅ് എന്നത് അതിൽ പ്രവർത്തിക്കാനുണ്ട്, അതുപോലെ പറയാനുമുണ്ട്. റുകൂഇൽ പ്രവർത്തനമുണ്ട്, അതുപോലെ വാക്കുകളുമുണ്ട്. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ റുകൂഇൽ ചെയ്യേണ്ട രീതിയാണ്, രൂപമാണ്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ റുകൂഇൽ പോയാൽ നമുക്ക് ചൊല്ലാനുള്ളതാണ്. റുകൂഇൽ പോയാൽ നമ്മൾ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അദീം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്. അതിമഹത്വമുള്ളവനായ എന്റെ റബ്ബ് പരിശുദ്ധനായിരിക്കുന്നു, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. 1 തവണ പറയലാണ് നിർബന്ധം. 1 തവണ നിർബന്ധമാണ്. 3 തവണ എന്നത് പരിപൂർണമാണ്. സുബ്ഹാന റബ്ബിയൽ അദീം എന്നത്. അതുപോലെ വേറെയും ദിക്റുകൾ നമുക്ക് കാണാം. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും പറഞ്ഞിരുന്ന പ്രാർത്ഥനയാണ്. ജിബ്രീലിന്റെയും മറ്റു മലക്കുകളുടെയും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനുമാണ്. അതുപോലെ മറ്റൊരു ദിക്ർ പ്രാർത്ഥന നമുക്ക് കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ. ഇങ്ങനെ 3 ദിക്റുകൾ ഇവിടെ സൂചിപ്പിച്ചു. ഇതല്ലാത്ത ദിക്റുകളും ഉണ്ട്. എന്തിനാണ് വ്യത്യസ്തങ്ങളായ ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടത്? നമ്മൾ മുന്നേ സൂചിപ്പിച്ചിരുന്നു. നിസ്കാരം എന്നത് ഒരു യാന്ത്രികമായ പ്രവർത്തനത്തിലുപരി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അതിലെ വാക്കുകൾ ആലോചിച്ച് നിസ്കരിക്കാൻ നമ്മെ അത് സഹായിക്കും. പ്രാരംഭ പ്രാർത്ഥന പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞിരുന്നു. ഒരു വക്തിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന പ്രാർത്ഥന ചൊല്ലുക. വേറെ നിസ്കാരത്തിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്നിങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത് ചൊല്ലുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകും. ഒരാൾക്ക് റുകൂഅ് ദീർഘിപ്പിക്കാം. ഒറ്റക്കാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ അത് 3ഉം അതിലധികവും ഒക്കെ ചൊല്ലാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചുരുങ്ങിയത് ഈ പറഞ്ഞ 3 ദിക്റുകളെങ്കിലും നമ്മൾ പഠിക്കുക. മരിക്കുന്നത് വരെ സുബ്ഹാന റബ്ബിയൽ അദീം എന്നതിൽ നമ്മൾ ഒതുങ്ങിപ്പോവരുത്. സുബ്ഹാന റബ്ബിയൽ അദീം എന്നത് അതിമഹത്തായ ദിക്റാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന മഹത്തരമായ ദിക്റാണ്. അതിനെ വില കുറച്ച് കാണുന്നതല്ല, മറിച്ച് നമുക്ക് മറ്റുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും വ്യത്യസ്തങ്ങളായ ദിക്റുകൾ പഠിക്കുന്നതിലൂടെ. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. ഈ പറഞ്ഞ പ്രാർത്ഥനകൾ, ഈ പറഞ്ഞ ദിക്റുകൾ സുജൂദിലും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. ഫഅമ്മർ റുകൂഉ ഫഅദ്ദിമു ഫീഹി റബ്ബ അസ്സ വജൽ. റുകൂഇൽ നിങ്ങൾ അല്ലാഹുവിന്റെ മഹത്വത്തെ പുകഴ്ത്തുക, മഹത്വവൽക്കരിക്കുക. അല്ലാഹുവിനെ അഥവാ റബ്ബിനെ തസ്ബീഹ് പറയുന്ന, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന, അവന്റെ
മഹത്വത്തെ മഹത്വവൽക്കരിക്കുന്ന അങ്ങനെയുള്ള ദിക്റുകൾ റുക്കൂഇൽ വർദ്ധിപ്പിക്കണം. അതുകൊണ്ടാണ് സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്നിങ്ങനെയുള്ള ദിക്റുകൾ റുക്കൂഇൽ വർദ്ധിപ്പിക്കുക. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അമ്മ സുജൂദു, എന്നാൽ സുജൂദ് ഫജ്തഹിദു ഫിദ്ദുആ, സുജൂദിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പരിശ്രമിക്കുക. എന്നാൽ സുജൂദിന്റെ സന്ദർഭത്തിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പരിശ്രമിക്കുക. കാരണം ഫഖമിനുൻ അയ്യുസ്തജാബ ലക്കും, സുജൂദിന്റെ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചാൽ ദുആഇന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള സന്ദർഭമാണ്. റുക്കൂഇന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനെ പുകഴ്ത്താനും മഹത്വവൽക്കരിക്കാനും തസ്ബീഹകൾ വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. സുജൂദിന്റെ സന്ദർഭത്തിൽ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ പ്രാർത്ഥനകൾ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ റുക്കൂഇലുള്ള നമ്മുടെ വാക്കാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ദിക്റുകൾ, സുബ്ഹാന റബ്ബിയൽ അദീം, അതല്ലെങ്കിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, അതല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. ഈ പറഞ്ഞ ദിക്റുകൾ ശ്രദ്ധിക്കുക. റുക്കൂഇൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ റുക്കൂഅ് ചെയ്തോ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അവിടുന്ന് റുക്കൂഅ് ചെയ്തിരുന്നത് അവിടുത്തെ മുതുക്, അവിടുത്തെ പുറം നേരെയായിരുന്നു, നേരെ വെച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. എത്രത്തോളം? വാസിബത്ത് ബിനു മഅബദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. വകാന ഇദാ റകഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഅ് ചെയ്യുമ്പോൾ സവ്വാ ദഹ്റഹു, അവിടുത്തെ മുതുക് നേരെയാക്കുകയുണ്ടായി. ഹത്ത, എത്രത്തോളം? ലൗ സുബ്ബ അലൈഹിൽ മാഉ ലസ്തഖറ, അവിടുത്തെ മുതുകിൽ വെള്ളമൊഴിച്ചാൽ ആ വെള്ളം താഴേക്ക് വീഴുകയില്ല, അവിടെ തന്നെ നിൽക്കും എന്നതുപോലെ നേരെയായിരുന്നു അവിടുത്തെ മുതുക് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ ആയിരിക്കണം സഹോദരങ്ങളെ നമ്മൾ റുക്കൂഅ് ചെയ്യേണ്ടത്. പല ആളുകളും ചിലപ്പോൾ തല താഴ്ന്ന രൂപത്തിൽ കാണാം, അതല്ലെങ്കിൽ ചിലപ്പോൾ പരിപൂർണമായി റുക്കൂഇലേക്ക് പോകാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയത് കാണാം. അങ്ങനെ റുക്കൂഅ് ശ്രദ്ധിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരമാവുകയില്ല എന്നതാണ് അതിൻ്റെ അപകടം. അപ്പോൾ നമ്മുടെ റുക്കൂഇൽ നമ്മുടെ മുതുക് നേരെയായിരിക്കണം, ഒരുപാട് താഴ്ന്നു പോവാനോ പൊന്തിപ്പോവാനോ പാടുള്ളതല്ല, മറിച്ച് നേരെയായിരിക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുതുക് വെച്ചതെങ്ങനെയാണ്? അവിടുത്തെ മുതുകിൽ വെള്ളമൊഴിച്ചാൽ താഴേക്ക് വീഴുകയില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ രീതി? എത്ര മനോഹരമായിരിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രണ്ട് കാൽമുട്ടുകൾ നമ്മുടെ കൈകൾ കൊണ്ട് പിടിക്കുക, കൈവിരലുകൾ വിടർത്തി വെച്ച്. ഈ പറഞ്ഞ രൂപം തെറ്റിയാൽ ഒന്നല്ലെങ്കിൽ താഴ്ന്നു പോകും, അപ്പോഴാണ് റുക്കൂഇന്റെ ആ രീതി മാറിപ്പോവുക. അങ്ങനെ നമ്മൾ തെറ്റിച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കൈകൾ ശരീരത്തിൽ നിന്നും അകന്നു നിൽക്കണം. കൈകൾ ശരീരവുമായി ചേർത്ത് വെക്കാൻ പാടില്ല, മറിച്ച് കൈകൾ ശരീരത്തിൽ നിന്നും വിടർന്നു നിൽക്കണം, ഒട്ടി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നമുക്ക് കാണാം, അവിടുന്ന് റുക്കൂഅ് ഒരൽപ്പം ദീർഘിപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതാണ്, അവിടുന്ന് റുക്കൂഅ് ഒരൽപ്പം ദീർഘിപ്പിക്കും. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു പോയൊരു സുന്നത്താണത്. റുക്കൂഅ് ഒരൽപ്പം അവിടെ തുമഅനീനത്തോടുകൂടി നിൽക്കാൻ സാധിക്കണം. റുക്കൂഇൽ പോവുക, ഉടനെ എഴുന്നേൽക്കുക, അങ്ങനെയല്ല, ഒരൽപ്പം റുക്കൂഇൽ ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണത്. അത് സഹോദരങ്ങളെ, നമുക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ, അതല്ലെങ്കിൽ പിറകിൽ പ്രയാസമുള്ള ആളുകൾ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ, ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞ സുന്നത്ത് നമുക്ക് നടപ്പിലാക്കാം. ഒരൽപ്പം, ഒരുപാടല്ല, മറിച്ച് ഒരൽപ്പം തുമഅനീനത്ത്, അടക്കം പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തിരക്കുകൂട്ടി വേഗത്തിൽ റുക്കൂഅ് ചെയ്ത് ഇഅ്തിദാലിലേക്ക് വന്ന് അങ്ങനെ തിരക്ക് കൂട്ടരുത് എന്ന് ചുരുക്കം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ റുക്കൂഉമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക. റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പോവുക, മുതുകും പിരടിയും സമമാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ.
കൈകൾ രണ്ട് കാൽമുട്ടുകളിലേക്ക് വെക്കുക, വിരലുകൾ വിടർത്തിക്കൊണ്ട് കാൽമുട്ട് പിടിക്കുക. ശരീരവുമായി കൈകൾ അകറ്റി വെക്കുക, ചേർത്ത് വെക്കരുത്. അതുപോലെ റുക്കൂഇലെ ദിക്റുകൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 4 റുക്നുകളായി. അഞ്ചാമത്തെ റുക്ൻ വർറഫഉ മിൻഹു ഐ വർറഫഉ മിനർ റുകൂഅ്, റുക്കൂഇൽ നിന്നും ഉയരൽ. റുക്കൂഇൽ നിന്നും ഉയരുന്ന കാര്യത്തിന് നമ്മൾ പൊതുവെ പറയുന്ന പേര് ഇഅ്തിദാൽ എന്നാണ്. ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ നേരെ നിവർന്നു നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. റുക്കൂഇൽ നിന്നും ഉയരുമ്പോൾ എന്തു പറയണം? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് ഉയരുക, ഉയർന്ന് നേരെ നിൽക്കണം. അപ്പോഴാണ് ഇഅ്തിദാലാവുക. ഒരാൾ റുക്കൂഇൽ നിന്ന് ഒരൽപ്പം പൊന്തി എന്നിട്ട് നേരെ സുജൂദിലേക്ക് പോയാൽ അതിന് ഇഅ്തിദാൽ എന്ന് പറയുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ ഒരാൾ ചെയ്താൽ അയാളുടെ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. കാരണം നിസ്കാരത്തിലെ റുക്ൻ അയാൾ നഷ്ടപ്പെടുത്തി. റുക്കൂഇൽ നിന്നും ഉയർന്ന് ഇഅ്തിദാലിൽ നിൽക്കണം, അത് റുക്നാണ്. ഇഅ്തിദാലിൽ നിൽക്കണം. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. ആരൊക്കെ പറയണം? ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരുമാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടത്. ആരൊക്കെ? ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും. മഅ്മൂം എന്താണ് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നത് കേട്ടാൽ ഫഖൂലു, നിങ്ങൾ പറയുക റബ്ബനാ വലക്കൽ ഹംദ്. മഅ്മൂമിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പിന്നിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നല്ല പറയേണ്ടത്. മറിച്ച് അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഹദീസിൽ വന്നത് നമുക്ക് കാണാം. റബ്ബനാ ലക്കൽ ഹംദു, അതല്ലെങ്കിൽ റബ്ബനാ വലക്കൽ ഹംദു, അതല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു, അതുമല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദു. ഏതാണ്ട് എല്ലാം ഒരേ അർത്ഥമാണ്. റബ്ബനാ ലക്കൽ ഹംദു, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ലക്കൽ ഹംദു നിനക്കാകുന്നു സർവസ്തുതിയും. റബ്ബനാ വലക്കൽ ഹംദു അതും അത് തന്നെയാണ് അർത്ഥം. അവിടെ ഒരു വാവ് അധികരിച്ചു വന്നു. ഹദീസിൽ വന്നത് അങ്ങനെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഉള്ളത് അല്ലാഹുമ്മ റബ്ബന, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ലക്കൽ ഹംദു നിനക്കാകുന്നു സർവസ്തുതിയും. അതുപോലെ അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദു, അതേ അർത്ഥമാണ്. ഈ പറഞ്ഞതെല്ലാം ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്, ഒരേ അർത്ഥം തന്നെയാണ്. റബ്ബിന് സ്തുതി പറയുന്ന കാര്യമാണ്. ഇതാണ് ചുരുങ്ങിയ രൂപം. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം പറയേണ്ട ചുരുങ്ങിയ വാക്കിതാണ്. ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് നിൽക്കണം, എന്നിട്ട് ഇത് പറയണം. മഅ്മൂമ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇഅ്തിദാലിലേക്ക് വന്ന് ഈ പറഞ്ഞ വാക്ക് പറയണം, റബ്ബന വലക്കൽ ഹംദ്. മഅ്മൂമും എന്തു പറയേണ്ട? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വേറെയും ദിക്റുകൾ, ദുആകൾ നമുക്ക് കാണാം. റബ്ബന വലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി, എണ്ണവും കണക്കുമില്ലാതെ വിശിഷ്ടമായ അനുഗ്രഹീതമായ എല്ലാ ഹംദും എല്ലാ സ്തുതിയും അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ നിനക്കാകുന്നു. വളരെ മഹത്തായ ഒരു പ്രാർത്ഥനയാണ്, ഒരു വാക്കാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഇത് കേൾക്കുകയുണ്ടായി. ഒരു സ്വഹാബി പറയുന്നത്, നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാണോ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞ വ്യക്തി പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ ഞാനാണാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു ബിദ്അതൻ വസലാസീന മലകൻ യബ്തദിറൂനഹാ അയ്യുഹും യക്തുബുഹാ അവ്വലൻ. ഈ വാക്ക് ആദ്യം എഴുതാൻ വേണ്ടി 30-ലധികം വരുന്ന മലക്കുകൾ തിരക്കിട്ട് പോകുന്നതായി ഞാൻ കണ്ടു. വളരെ മഹത്തായ ഒരു വാക്കാണ്, ദിക്റാണ് ഈ പറഞ്ഞത്. റബ്ബന വലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. നോക്കൂ, അതിമഹത്തായ ഒരു പ്രാർത്ഥനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ഈ രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒറ്റക്കൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സുന്നത്ത് നമ്മൾ എടുക്കണം. സാധാരണ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ് റബ്ബന ലക്കൽ ഹംദിൽ ഒതുക്കുക. റബ്ബന വലക്കൽ ഹംദു വരെ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആവരുത്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നല്ല രൂപത്തിൽ പരമാവധി ഈ പറഞ്ഞ ദിക്റുകൾ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ
പൊതുവെ നമുക്ക് പരിചയമുള്ള സുപരിചിതമായ പണ്ടേ മദ്രസയിൽ പഠിച്ച ദിക്റിൽ നമുക്ക് ഇപ്രകാരം കാണാം: റബ്ബനാ വലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. ഇതുവരെയാണ് സാധാരണ നമ്മൾ പഠിച്ചത്, നമുക്കറിയാവുന്നത്. എന്നാൽ അതിന് ശേഷവും ചില ഹദീസിൽ വന്നിട്ടുണ്ട്: അഹ്ല സനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു. ഇങ്ങനെയും ഇഅ്തിദാലിൽ ദിക്റുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഈ പറഞ്ഞ പ്രാർത്ഥനകൾ സഹോദരങ്ങളെ പ്രാർത്ഥനയുടെ കിതാബുകളിൽ നമുക്ക് കാണാം. അത് നമ്മൾ പഠിക്കണം. ഇപ്പോൾ റുകൂഇൽ നിന്നും എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് ഇഅ്തിദാൽ എന്ന് പറയുക. അത് റുക്നാണ്. അത് ഇഅ്തിദാൽ തന്നെ ആയിരിക്കണം. ഇഅ്തിദാൽ തന്നെ ആയിരിക്കണം. അതല്ലാത്ത രൂപത്തിൽ ഇഅ്തിദാൽ ചെയ്താൽ നമ്മുടെ ഇഅ്തിദാൽ ശരിയാവുകയില്ല, നമ്മുടെ നിസ്കാരവും ശരിയാവുകയില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ റുക്ൻ വറഫഉ മിൻഹു, റുകൂഇൽ നിന്നും ഉയരൽ. ആറാമത്തേത് വസ്സുജൂദു അലൽ അഅളാഇ സബ്അതി, 7 അവയവങ്ങളിലായി കൊണ്ട് സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യുമ്പോൾ ശൈഖ് പ്രത്യേകം പറഞ്ഞു 7 അവയവങ്ങളിലായിരിക്കണം. ആ 7 അവയവങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതാണ്, കാണിച്ചു കൊടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅദും. ശൈഖ് ഇവിടെ തെളിവായി കൊടുത്ത ഹദീസിൽ അതിൻ്റെ ഒരു ഭാഗം വന്നിട്ടുണ്ട്. അഥവാ 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. 7 അവയവങ്ങളിലായിക്കൊണ്ട് തന്നെ സുജൂദ് നിർവഹിക്കണം. ഏതൊക്കെയാണത്? അൽ ജബ്ഹതി വ അശാറ ഇലാ അൻഫിഹി. 7 അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു നെറ്റി, അതോടൊപ്പം അവിടുന്ന് മൂക്കും കാണിച്ചു കൊടുത്തു. രണ്ടും ഒരൊറ്റ അവയവമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. ഇത് രണ്ടും ഭൂമിയിൽ തട്ടണം. പല ആളുകളും സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി തട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ മൂക്ക് തട്ടൂല. മൂക്ക് തട്ടാതിരുന്നാൽ സുജൂദ് ശരിയാവുകയില്ല എന്ന് ചുരുക്കം. അപ്പോൾ നെറ്റിയും മൂക്കും ഭൂമിയിൽ തട്ടണം. അതുപോലെ വൽ യദാനി, 2 കൈപ്പത്തികൾ, 2 കൈപ്പത്തികൾ ഭൂമിയിൽ തട്ടണം. അതിങ്ങനെ പൊന്തിയിട്ടോ അതല്ലെങ്കിൽ നടുഭാഗം പൊന്തിയിട്ടോ ഒന്നും ആവാൻ പാടില്ല. ഭൂമിയിൽ ശരിയായ രൂപത്തിൽ പതിക്കണം 2 കൈപ്പത്തികൾ. വർ റുക്ബതാനി, 2 മുട്ടുകൾ, 2 കാൽമുട്ടുകൾ. ഇപ്പം എത്ര എണ്ണായി? 5 എണ്ണായി. അൽ ജബ്ഹതു വൽ അംഫ്, നെറ്റിയും മൂക്കും ഒരവയവമാണ്. പിന്നെ 2 കൈകൾ, എത്രയായി? 2ഉം 1ഉം 3. പിന്നെ 2 കാൽമുട്ടുകൾ, 2 കാൽമുട്ടുകൾ 5. വ അത്റാഫിൽ ഖദമൈൻ, വ അത്റാഫിൽ ഖദമൈൻ എന്ന് പറഞ്ഞാൽ 2 കാലുകളുടെയും വിരലുകളുടെ ഉൾഭാഗം ഭൂമിയിൽ തട്ടണം. കാലുകളുടെ വിരലുകൾ ഖിബിലയിലേക്ക് വരണം. അതിൻ്റെ ഉൾഭാഗമാണ് ഭൂമിയിൽ തട്ടേണ്ടത്. ഇങ്ങനെ 7 അവയവങ്ങളും ഭൂമിയിൽ തട്ടുന്ന രൂപത്തിൽ ചെയ്താൽ മാത്രമേ സഹോദരങ്ങളെ നമ്മുടെ സുജൂദ് ശരിയാവുകയുള്ളൂ. ഇതല്ലാത്ത രൂപത്തിൽ പലപ്പോഴും ആളുകൾ സുജൂദ് ചെയ്യുന്നതായി നമുക്ക് കാണാം. അത് യഥാർത്ഥത്തിൽ നിസ്കാരത്തിൻ്റെ സുജൂദ് എന്ന റുക്നിനെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും എന്നത് ശ്രദ്ധിക്കുക. സുജൂദും നേരത്തെ റുക്കൂഇന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ സുജൂദിൽ പ്രവർത്തനവുമുണ്ട്, വാക്കുകളുമുണ്ട്, പറയാനുമുണ്ട്. വാക്കുകൾ എന്നത് സുജൂദിലെ പ്രാർത്ഥനകളാണ്. സുജൂദിൽ പൊതുവെ നമുക്ക് അറിയാവുന്ന ഏറ്റവും ചെറിയ ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ല, അത്യുന്നതനായ എൻ്റെ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അതാണ് പണ്ടുപണ്ടേ നമുക്കറിയാവുന്ന ഒരു ദിക്ർ. അതല്ലാതെ നമ്മൾ റുക്കൂഇന്റെ സന്ദർഭത്തിൽ പറഞ്ഞ ദിക്റുകൾ സുജൂദിലും ചൊല്ലാവുന്നതാണ്. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇലും സുജൂദിലും ചൊല്ലിയിരുന്നു എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റുക്കൂഇൽ അല്ലാത്ത സുജൂദിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ നേരത്തെ കേട്ടു. വഅമ്മ സുജൂദു ഫജ്തഹിദു ഫിദ്ദുആ, സുജൂദിന്റെ സന്ദർഭത്തിൽ
പ്രാർത്ഥനയുടെ വിഷയത്തിൽ നിങ്ങൾ പരിശ്രമിക്കുക, അഥവാ ധാരാളമായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഫഖമിനുൻ അയ്യുസ്തജാബ ലക്കും, ആ സുജൂദിന്റെ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, ഒരടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭം അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫഅക്സിറൂ മിനദ് ദുആ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിച്ചിരുന്ന ചില പ്രാർത്ഥനകൾ പ്രത്യേകം നമുക്ക് കാണാം. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅലാനിയതഹു വസിറഹു. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണേ. ദംബി കുല്ലഹു, എൻ്റെ എല്ലാ പാപങ്ങളും. ദിഖഹു വജില്ലഹു, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും. വഅവ്വലഹു വആഖിറഹു, ഞാൻ ആദ്യം ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. വഅലാനിയതഹു വസിറഹു, ഞാൻ പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതുമായ എല്ലാ പാപങ്ങളും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണേ. മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത്. അള്ളാഹുവിനോട് എല്ലാ പാപങ്ങളും പൊറുക്കാൻ ഒക്കെ ഒരു വരി മാത്രമേ ആ പ്രാർത്ഥന ഉള്ളൂ. എന്നാൽ അതിൽ ആശയം നിങ്ങൾ നോക്കൂ. അള്ളാഹുവെ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണേ, ചെറുതും വലുതും, ആദ്യം ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും അവസാനം ചെയ്യുന്നതും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാം അള്ളാഹുവെ നീ എനിക്ക് പുറത്തു നൽകണേ. വേറെ ചില ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ നമുക്ക് നിസ്കാരത്തിൽ സുജൂദിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. സുജൂദിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. പല പ്രാർത്ഥനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് രാത്രി നിസ്കാരത്തിലാണ്. നമുക്ക് ഫർദ് നിസ്കാരങ്ങളിൽ സാധിക്കാത്തത് സുന്നത്ത് നിസ്കാരത്തിൽ ചെയ്യാം. റവാത്തിബ് നിസ്കാരം ദിനേനയുള്ള 12 റക്അത്തുകളുണ്ട്, അതിൽ നമുക്ക് ഇഷ്ടാനുസരണം നിസ്കരിക്കാം. അതുപോലെ തന്നെ രാത്രി നിസ്കാരങ്ങളിൽ സുദീർഘമായ പ്രാർത്ഥനകളുണ്ട്. സുജൂദിൽ ഒരുപാട് നേരം കിടക്കാം, സുജൂദിൽ കരഞ്ഞ് കണ്ണു കലങ്ങി റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഖുർആനിലും സുന്നത്തിലും വന്ന സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ അത് വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, കാരണം ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഈ പറഞ്ഞ ചെറിയ പ്രാർത്ഥനകൾ ഫർദ് നിസ്കാരത്തിലും നമുക്ക് ഒരുപക്ഷെ സമയം കിട്ടും. ആ സന്ദർഭങ്ങൾ നമ്മൾ ഉപകാരപ്പെടുത്തുക. അതുപോലെ സുജൂദിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു, 7 അവയവങ്ങൾ നിർബന്ധമായും ഭൂമിയിൽ സ്പർശിച്ചിരിക്കണം, ഭൂമിയിൽ തട്ടണം. അതുപോലെ തന്നെ കൈവിരലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിടർത്തി വെക്കരുത്, ചേർത്ത് വെക്കണം കൈവിരലുകൾ. കൈവിരലുകൾ ഏതുവരെയാണ് വെക്കേണ്ടത്? ഒന്നല്ലെങ്കിൽ ചുമലിന് നേരെ, അതല്ലെങ്കിൽ ചെവിക്ക് നേരെയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനപ്പുറത്തേക്ക് പോകരുത്, ഒരുപാട് പിന്നിലേക്കും വരരുത്. ഒന്നല്ലെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ ചുമലിന് നേരെ നമ്മുടെ കൈകൾ വരാൻ ശ്രദ്ധിക്കുക. ഒരൽപ്പം മുന്നോട്ട് പോയാൽ ചെവി വരെ ആയാലും പ്രശ്നമില്ല. അതിനപ്പുറത്തേക്കോ ഒരുപാട് പിന്നിലേക്കോ വരാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിനെ കുറിച്ച് വന്ന ഹദീസുകൾ പഠിപ്പിക്കുന്നത് അതാണ്. അതുപോലെ തന്നെ ചില ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ വന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ അവിടുത്തെ കാൽപാദങ്ങൾ പിന്നിൽ നിന്ന് കാലിന്റെ മടമ്പുകൾ ചേർത്ത് വെക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിരിക്കുമ്പോൾ അവിടുത്തെ ഇരു കാലുകളുടെയും മടമ്പുകൾ ചേർത്തു വച്ചതായി ഹദീസിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരോടൊപ്പം കിടന്നിരുന്ന വിരിപ്പിലുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതായി. അപ്പോൾ അവർ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുജൂദിലായി കൊണ്ട് കാണുകയുണ്ടായി. എന്നിട്ട് ആ സുജൂദിന്റെ രൂപം വിവരിക്കുമ്പോൾ നമുക്ക് കാണാം, ഫവജത്തുഹു സാജിദൻ റാസൻ അഖിബൈഹി മുസ്തഖ്ബിലൻ ബിഅത്റാഫി അസാബിഇഹി അൽഖിബ്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, അവിടുന്ന് സുജൂദിലായിരിക്കുന്നു, അവിടുത്തെ കാൽപാദങ്ങൾ
ഒട്ടിച്ചു വെച്ച രൂപത്തിലാണുള്ളത്. സുജൂദിലായിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് നോക്കിയാൽ രണ്ട് കാലുകളും വിടർത്തിയിട്ടല്ല, വിട്ടുവിട്ടിട്ടല്ല, മറിച്ച് ചേർത്ത് വെച്ചിട്ടാണുള്ളത്. മുസ്തഖ്ബിലൻ ബി അത്റാഫി അസാബിഇഹി അൽ ഖിബില, അതോടൊപ്പം കാലുകളുടെ വിരലുകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഖിബിലക്ക് നേരെയാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ സുജൂദ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ കാലുണ്ടാവേണ്ടത്, അഥവാ ഇങ്ങനെ ഈ രൂപത്തിൽ. അതല്ലാതെ കാല് അതിന്റെ പുറംഭാഗം ഭൂമിയിൽ തട്ടിക്കരുത്, ഉൾഭാഗമാണ് ഭൂമിയിൽ തട്ടിക്കേണ്ടത്. അപ്പൊ അതും സുജൂദിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ്, കാലുകൾ വിട്ടുവെക്കാതെ കാലുകൾ ചേർത്ത് വെക്കുക എന്നുള്ളത്. പലപ്പോഴും ഇത് ചെയ്യുമ്പോൾ ആളുകൾക്ക് വളരെ അപരിചിതമായി തോന്നാറുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നതാണ്, വിട്ടുവെക്കാതെ ചേർത്ത് വെക്കുക എന്നുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു, യഅ്തദിലു ഫിസ്സുജൂദ്, നിങ്ങൾ സുജൂദ് നേരെ ചൊവ്വേ ചെയ്യുക. പറയപ്പെട്ട 7 അവയവങ്ങൾ ഭൂമിയിലായിക്കൊണ്ട് അങ്ങനെ ചെയ്യുക. വലാ യബ്സുത് അഹദുകും ദിറാഇഹി ഇംബിസാതൽ കൽബി, നിങ്ങളിൽ ഒരാളും പരത്തി വെക്കരുത് അവന്റെ കൈമുട്ടുകൾ. ഇംബിസാതൽ കൽബി, നായ പരത്തി വെക്കുന്നത് പോലെ ഭൂമിയിൽ പരത്തി വെക്കരുത്. സുജൂദിന്റെ സന്ദർഭത്തിൽ കൈപ്പത്തികൾ ഭൂമിയിൽ തട്ടിച്ചിട്ട് ബാക്കി ഭാഗം ഉയർത്തണം, എല്ലാം കൂടി ഭൂമിയിലേക്ക് ചേർത്ത് വെക്കരുത്. അത് നായ കൈവെക്കുന്ന രൂപമാണ്, അങ്ങനെ നിങ്ങൾ സുജൂദിൽ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിന്റെ വിഷയം പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പലപ്പോഴും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധിക്കാതെയോ ചെയ്യുന്ന ഒരു കാര്യമാണ്. സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ 2 കൈപ്പത്തികൾക്ക് പുറമെ ബാക്കി ഭാഗവും ഭൂമിയിൽ തട്ടിക്കും. ആ രൂപം വിലക്കപ്പെട്ട രൂപമാണ്, അത് നമ്മൾ ചെയ്യരുത്. അപ്പോൾ റുക്കൂഇൽ നിന്ന് ഉയരൽ, 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യൽ, 3 റുക്നുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുന്നേ പഠിച്ച 3 റുക്നുകളുമുണ്ട്. ആകെ 6 റുക്നുകൾ മനസ്സിലാക്കി. ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് പറഞ്ഞു നോക്കാം. ഒന്നാമത്തേത് അൽ ഖിയാമു മഅൽ ഖുദ്റതി, കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുക. ഒന്നാമത്തെ റുക്ൻ അൽ ഖിയാമു മഅൽ ഖുദ്റതി. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന തക്ബീർ. മൂന്നാമത്തേത് ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ. നാലാമത്തേത് റുകൂഉ ചെയ്യൽ. 5 വർറഫ്ഉ മിൻഹു, റുകൂഇൽ നിന്നും ഉയരൽ അഥവാ ഇഅ്തിദാൽ ചെയ്യൽ. 6 വസ്സുജൂദു അലൽ അളാഇ സബ്അതി, 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യൽ. 14 റുക്നുകളിൽ 6 റുക്നുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ 6 റുക്നുകളും നമ്മൾ കാണാതെ പഠിക്കുക. അതോടൊപ്പം അതിൽ വന്നിട്ടുള്ള മസ്അലകൾ, പ്രത്യേകിച്ച് സൂചിപ്പിച്ച പ്രാർത്ഥനകൾ, ദിക്റുകൾ നമ്മൾ കാണാതെ പഠിക്കുക. അറിയില്ലെങ്കിൽ കാണാതെ പഠിക്കണം. അതോടൊപ്പം ദിക്റുകളുടെ അർത്ഥവും നമ്മൾ പഠിക്കണം. എന്നിട്ടത് ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ നിസ്കരിച്ചാൽ സഹോദരങ്ങളെ വലിയ മാറ്റം നമ്മുടെ നിസ്കാരത്തിൽ അനുഭവപ്പെടും. കാരണം നിസ്കാരം എന്നത് അള്ളാഹുവുമായുള്ള രഹസ്യ സംഭാഷണമാണ്. പ്രത്യേകിച്ച് സുജൂദിന്റെ സന്ദർഭത്തിൽ നമ്മൾ കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ പ്രാർത്ഥനയുടെ സന്ദർഭമാണത്. പ്രാർത്ഥനയുടെ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ കൈമുതലാക്കി വെക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെയുള്ള നിസ്കാരം നിർവഹിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരാളെ കണ്ട സംഭവം നമ്മൾ മുന്നേ വിവരിച്ചിരുന്നു. ഒരാൾ മോശമായി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ എത്ര കാലമായി നീ ഇങ്ങനെ നിസ്കരിക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം, ഈ വ്യക്തി പറഞ്ഞു, 40 വർഷമായി. ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, 40 വർഷമായി നീ നിസ്കരിച്ചിട്ടില്ല. 40 വർഷമായി നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് ചുരുക്കം. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി ഊന്നി പറയുകയാണ്,
ഇതേ നിസ്കാരവുമായി നീ മരിച്ചു പോവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിലല്ലാതെയാണ് നീ മരിച്ചു പോവുക. വളരെ ഗൗരവമാണ് നമ്മുടെ നിസ്കാരത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുക എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക, പഠിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അപാകതകൾ, ന്യൂനതകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് മുറുകെ പിടിക്കുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.